Hello, guys, welcome back to my YouTube channel and welcome back to another weekly vlog. ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ വീഡിയോസിലൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട് സ്പിരിച്വൽ സൈഡും കൂടെ കാണിക്കൂ, വിളക്ക് കത്തിക്കുന്നത്, അമ്പലത്തിൽ പോകുന്നതൊക്കെ ഒന്ന് കാണിക്കാനായിട്ട്. അത് കുറച്ച് നാളായിട്ട് എൻ്റെ ലൈഫിലും ബ്രേക്കായി കിടക്കുകയാണ്. ഫോർ വാട്ട് റീസൺ എന്നുള്ളത് എനിക്കറിയില്ല. എനിക്കതിൽ വലിയ കുറ്റബോധമുണ്ട്. പക്ഷെ എന്തായാലും ഇന്ന് അമ്പലത്തിൽ പോകാനായിട്ട് ഇങ്ങനെ ഡിസിഷൻ എടുത്ത് അർജുൻ ചേട്ടനും ഞാനും കുഞ്ഞുമാവയും കൊണ്ട് നിർമ്മാലയം തൊഴാനായിട്ട് വന്നിരിക്കുവാണ്. ഞങ്ങൾ ആദ്യം ശ്രീകണ്ഠേശ്വരത്താണ് വന്നത്. ഞങ്ങൾ വന്നപ്പോഴറിയുന്ന അവിടെ ഉത്സവം നടക്കുന്ന കാര്യം കേട്ടോ. എന്തായാലും നന്നായി തൊഴുതു കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ശ്രീവരാഹത്തോട്ടാണ് വിട്ടത്. ഞങ്ങൾക്ക് ആക്ച്വലി ഒരു ബിഗ് ഡിസിഷൻ എടുക്കാനുണ്ട്. സോ അതുകൊണ്ടാണ് അമ്പലത്തിൽ വന്നേക്കുന്നത് കേട്ടോ. ഈ പൂ കണ്ട അപ്പൊ ഞാൻ അമ്മയെ ഓർക്കും കേട്ടോ. പണ്ട് കല്യാണത്തിന് മുന്നേ അർജുൻ ചേട്ടനും ഞാൻ നിർമ്മാലയം എടുക്കാനായിട്ട് ഈ അമ്പലത്തിൽ വരുമ്പോൾ അർജുൻ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിന്റെ വണ്ടി കടം വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ നിർമ്മാലയം തൊഴാൻ വരുന്നത്. അന്നത്തെ ആ അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പം എത്ര വണ്ടികളായി ഇപ്പൊ. ഇതെല്ലാം ഈ ശ്രീവരാഹമൂർത്തിയുടെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കേട്ടോ. അമ്പലത്തിൽ തൊഴുത് ഇറങ്ങി കഴിയുമ്പോൾ എന്തെന്ന് അറിഞ്ഞൂടാത്തൊരു വിശപ്പ് വരും കേട്ടോ. ആളെ തിന്നാൻ പറ്റുന്ന ഒരു അത്രയും വിശപ്പാണ്. അപ്പൊ ഞങ്ങൾ നേരെ കരമനയുള്ള സംതൃപ്തിയിലോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വീട്ടിൽ പോവാന്ന് വിചാരിച്ചു. തിരിച്ച് വീട്ടിലേക്ക് വന്ന് നമ്മുടെ സ്മൈലിംഗ് ഫേസ് ഉള്ള ചിച്ചുന്റെ വക ഒരു ഗുഡ് മോർണിംഗ്. പിന്നെ അതാ നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ ലൈഫ് ചാർലിയും റാഡോയും കൂടി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുകയാണ്. ഇത് അന്നത്തെ ദിവസം ഈവനിങ് ആണ്. കൗമുദി ചാനലിൽ നിന്നും ഒരു ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുവാണ്. നമ്മുടെ പെറ്റ്സുമായിട്ടുള്ള ഇന്റർവ്യൂ. ഞാൻ ഈ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്ന സമയം കൊണ്ട് ആ ഇന്റർവ്യൂ എന്തായാലും പുറത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഈ അടുത്ത കാലത്ത് ഞങ്ങൾ ചെയ്ത ഇന്റർവ്യൂസിൽ ദി ബെസ്റ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു ഇന്റർവ്യൂ ആണ്. ആൻഡ് ആങ്കർ ദേവി ശേഖർ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നല്ല വൈബ് ഉണ്ടായിരുന്നു. പരിചയപ്പെട്ടില്ല, എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് വരുന്ന ഒരു ഗസ്റ്റ് എൻ്റെ ഡോഗിനൊരു ഗിഫ്റ്റുമായിട്ട് വരുന്നത്. എനിക്കത് മറക്കാനേ പറ്റില്ല കേട്ടോ. പുള്ളിക്കാരി വീട്ടിലേക്ക് വന്നത് എൻ്റെ ഡോഗ്സിനൊരു ഗിഫ്റ്റുമായിട്ടാണ് വന്നത്, മോൾക്കും ഡോഗ്സിനും കൂടി. എനിവേ ഈ ഒരു ഇന്റർവ്യൂ വെരി സ്പെഷ്യൽ ആയിരുന്നു. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞങ്ങളുടെ എല്ലാ പട്ടിക്കുട്ടികളും ഉണ്ട്. ലാസ്റ്റ് ഒരു ഇന്റർവ്യൂല് ചാർലി ഇല്ലായിരുന്നു. അപ്പൊ ചാർലിയും കൂടെ വന്ന് ഇപ്പൊ ഫാമിലി ഫുൾ കംപ്ലീറ്റ് ആയി. ഞങ്ങളുടെ പരുന്തടക്കം വന്ന് ക്യാമറയ്ക്ക് പോസ് ചെയ്തിരിക്കുവാണ് കേട്ടോ ഈ ഒരു ഇന്റർവ്യൂ സമയത്ത്. ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയൂ. ഇത് സംഭവിക്കുന്നത് അന്ന് നൈറ്റ് അല്ല, ഇത് നെക്സ്റ്റ് ഡേ നൈറ്റ് ആണ് കേട്ടോ. ഇന്ന് ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ എൻസോയെ ഞങ്ങളുടെ വീട്ടിലെ ബാക്കി ഡോഗ്സിനൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതുവരെയായിട്ട് അങ്ങനെ അവനെ ഫ്രീ ആയിട്ട് ഇവരുടെ കൂടെ വിട്ടിട്ടില്ല. നമ്മൾ ലീഷിലൊക്കെ ഇറക്കി പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ആക്ച്വലി അവനാണ് ഇവിടുത്തെ ആൽഫ. അപ്പം ഡോമിനേഷൻ കാണിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ബാക്കിയുള്ള ഡോഗ്സ് എടുത്ത് നോക്കുമ്പോൾ ഡോഗ് അർജന്റീനോ വെരി സ്ട്രോങ് ബ്രീഡാണ്. അപ്പം എന്തെങ്കിലും ഒരു മിസ്ഹാപ്പ് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഒരു കടിയോ ഇടിയോ ഒന്നും കിട്ടണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കെയർഫുൾ ആയിട്ട് പതുക്കെയാണ് എൻസോയുടെ അടുത്ത് ഇവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. എസ്പെഷ്യലി ചാർലി ഒരു ബിഗ് ഡോഗ് ആണ്. 7 വയസ്സായി അവൻ ഓൾറെഡി. അപ്പൊ അവനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ പാടായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ കമ്പാരിറ്റീവ്ലി നമുക്ക് ഈസി ആയിരുന്നു എൻസോ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഫൈനലി എല്ലാവരും ഒരുമിച്ച് തുറന്നു വിടാൻ പറ്റി. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ ലൂലിലോട്ട് പോകാനായിട്ട് തീരുമാനം എടുത്തു. മറ്റൊന്നുമല്ല, അമ്മയ്ക്ക് ഒരു ചെറിയ പർച്ചേസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ജസ്റ്റ് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കൊച്ചുബേബി ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ആസ് യൂഷ്വൽ നമ്മുടെ അമാനിഫൈഡ് കൊച്ചുബേബിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് ഗിഫ്റ്റ് ചെയ്ത ഒരു ഡ്രസ്സാണ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സ്. സ്ട്രോബെറി പ്രിന്റും ഷോൾഡറിൽ ബീഡ്സിന്റെ സ്ട്രാപ്പ് വരുന്ന ഒരു ഡ്രസ്സ്. പിന്നെ അതാ ഇപ്പം ഈ കാർ സീറ്റിൽ ഇരുത്തിയേ കുട്ടികളെ ട്രാവൽ ചെയ്യിപ്പിക്കാവുള്ളൂ എന്നുള്ള മാൻഡേറ്ററി ആയല്ലോ. അപ്പൊ കരഞ്ഞോണ്ടും ദേഷ്യപ്പെട്ടൊക്കെ ആളവിടെ ഇരിപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി. എനിക്ക് ഈ ഒരു ഇതാണ് ഇച്ചിരി ഡ്രോബാക്ക് ആയിട്ട് തോന്നുന്നത്. കഴുത്ത് ഉറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ തൂങ്ങിപ്പോകും. അതിന് എന്താണ് റെമഡി എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യൂ. ഞാനൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. എന്തായാലും ഞങ്ങൾ ലൂലു എത്തിയപ്പോഴത്തേക്കും കൊച്ചുബി പതുക്കെ എഴുന്നേറ്റ് തുടങ്ങി. പിന്നെ അങ്ങോട്ട് ആക്റ്റീവായി. അമ്മ നമ്മുടെ റോബോ വാക്വം പർച്ചേസ് ചെയ്യാനായിട്ട് വന്നിരിക്കുവാണ് കേട്ടോ.
ഇതിൻ്റെ എഫിഷ്യൻസി, ഇത് വർക്ക് ചെയ്തിട്ടുള്ള റിവ്യൂ ഒക്കെ അമ്മയുടെ ചാനൽ ഇടുന്നതായിരിക്കും. ഞാനും ഈഗർലി വെയിറ്റിംഗ് ആണ് എൻ്റെ റിസൾട്ട് കാണാനായിട്ട്. കാരണം അത് വർക്ക് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള അമ്മ പറഞ്ഞ് കേട്ട ഒരു ഇത് മാത്രമേ ഉള്ളൂ. വിഷ്വൽസ് ഒന്നും എനിക്കും അറിയില്ല. അപ്പം അമ്മ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം അമ്മയുടെ ചാനലിൽ ഉറപ്പായിട്ടും അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവർക്കും കണ്ടു നോക്കാം കേട്ടോ. സോ നെക്സ്റ്റ് ഡേ കൊച്ചുബേബിക്ക് ആക്ച്വലി ജാനുവരി 6 സ്കൂൾ തുറന്നു. സ്കൂൾ തുറന്നിട്ട് പോകാനേ പറ്റിയില്ല. പല പല റീസൺസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നാണ് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്നത്. ഇന്ന് വെൻസ്ഡേ ആയി. ഓൾറെഡി 2 ദിവസത്തെ ക്ലാസ് മിസ്സായി. ഇന്ന് കളർ ഡ്രസ്സിന്റെ ദിവസമാണ്. ഇന്ന് ചമ്പ ഫ്ലവർ ഡേ ആണ് കൊച്ചുബേബിക്ക് സ്കൂളിൽ. അപ്പോൾ യെല്ലോ ഡ്രസ്സിലിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു ക്യൂട്ട് ഡ്രസ്സ് നമ്മുടെ തൈക്കാട് കോട്ടൺ ഫാബ് എക്സിബിഷൻ വന്നപ്പോഴത്തേക്കും അർജുൻ ചേട്ടനാണ് സെലക്ട് ചെയ്തത്. ഞങ്ങൾ അങ്ങനെ എടുത്ത ഡ്രസ്സാണ്. അത് ഇന്നാണ് ആദ്യമായിട്ട് ഇടുന്നത്. ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ഇട്ടിട്ട് വന്നപ്പോഴത്തേക്കും ബോട്ടം ഫുൾ കീറിപ്പോയി കേട്ടോ. ഇത് അന്ന് ഈവനിങ് ആണ് കേട്ടോ. അപ്പൊ എന്റെ ബാക്ക് പെയിന്റെ ട്രീറ്റ്മെന്റ്സ് ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഒരു ആശ്വാസം വരും, പിന്നെയും തിരിച്ചു വരും, അങ്ങനെ. അപ്പൊ ഞാൻ ഫൈനലി ഒരു ആയുർവേദ ഡോക്ടറിനെ ഒന്ന് കൺസൾട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറെ പേര് എനിക്ക് അങ്ങനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയുർവേദത്തിലോട്ട് മാറാനായിട്ട്. അപ്പൊ ഞാൻ ഡോക്ടർ റെഗുല എന്ന് പറഞ്ഞ പുള്ളിക്കാരിയാണ് ഞാൻ കാണിച്ചത്. വെരി വെരി സ്വീറ്റ് ഡോക്ടർ കേട്ടോ. എനിക്ക് പറയാനുള്ളതെല്ലാം കേട്ടു, നല്ല കുറച്ച് സജഷൻസും തന്നു. കൺസൾട്ടേഷന് ഞാൻ ഒത്തിരി ഹാപ്പിയായി. ഇത് നെക്സ്റ്റ് ഡേ ആണ്. ദൈവമേ, ആ സെയിം ഡ്രസ്സിൽ മേക്കപ്പ് ഉള്ള എൻ്റെ മുഖവും മേക്കപ്പ് ഇല്ലാത്ത മുഖവും കണ്ടോ. പെട്ടെന്ന് ഇങ്ങനത്തെ അസുഖം പിടിച്ച പോലെ ഇരിക്കുന്നു എന്നെ കണ്ടിട്ട്. എന്തായാലും ഞങ്ങൾ ഓട്ടോയിൽ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ഥിരം, എൻ്റെ തറവാട് അമ്പലമുക്കുള്ള D&A ബ്യൂട്ടി സ്റ്റുഡിയോയിലോട്ടാണ് വന്നിരിക്കുന്നത്. എന്തിനായിരിക്കും നിങ്ങൾ എന്നെ ഗസ് ചെയ്ത് പറയൂ? യെസ്, ഓഫ് കോഴ്സ്, എൻ്റെ വരച്ച തലമുടിയൊക്കെ കറപ്പിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം എനിക്ക് കൂടുതൽ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല മോളുള്ളതുകൊണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്കൊരു ഇവന്റ് ഉണ്ട്. അതിന് വേണ്ടി ഓടിപ്പടച്ച് ഞാൻ പോകണം കേട്ടോ. ഈ ഉടുത്തിക്കുന്ന സാരി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നവരാത്രി സമയത്ത് അമ്മൂമ്മയുടെ സ്റ്റിക്കർ പൊട്ടിക്കാത്ത പുതിയ സാരി ഞാൻ അന്നാണ് ഉദ്ഘാടിച്ച് ഉടുക്കുന്നത് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ സാരിയാണ്. ഇത് ഞാൻ അമ്മൂമ്മയുടെ സാരി കളക്ഷൻസ് പറഞ്ഞ വീഡിയോ ഇട്ടപ്പോഴും എല്ലാവരും ഈ ഒരു സാരി ഉടുത്ത് കാണണമെന്നായിരുന്നു കമന്റ് ചെയ്തിരുന്നത്. അപ്പം സെക്കൻഡ് ടൈമാണ് ഞാൻ ഈ സാരി ഉടുക്കുന്നത്. ഫുഡ് കഴിക്കാനുള്ള ഗ്യാപ്പൊന്നും എനിക്ക് കിട്ടില്ല. അപ്പം ഞാൻ പോകുന്ന വഴി ആണ് ഫുഡൊക്കെ കഴിച്ചത്. എനിക്ക് കുഴുത്തറയിൽ NVKS വിദ്യാലയ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളിൽ അവരുടെ ആനുവൽ ഡേ ആണ്. 13th ആനുവൽ ഡേക്ക് ഗസ്റ്റ് ഓഫ് ഓണർ ആയിട്ടാണ് വിളിച്ചിരുന്നത്. ചീഫ് ഗസ്റ്റ് ആയിട്ട് ഡോക്ടർ ഈശ്വർ അദ്ദേഹമായിരുന്നു. അപ്പം എന്നെ പഠിപ്പിച്ച എൻ്റെ ഗുരു സുരേഷ് മാഷ്, അദ്ദേഹമാണ് എന്നെ ഇവിടെ ഗസ്റ്റ് ഓഫ് ഓണറായിട്ട് ഇൻവൈറ്റ് ചെയ്തത്. മാഷിനെ കുറേ നാൾ കഴിഞ്ഞ് കണ്ടതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. വെരി പ്രൗഡ് ഫീലിംഗ് കേട്ടോ. എൻ്റെ മാഷുമായിട്ട് എനിക്കൊരു സ്റ്റേജ്, ആ ഒരു സ്പേസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വലിയ സന്തോഷം ഉണ്ടായിരുന്നു. വലിയ സ്കൂളായിരുന്നു, നല്ല ഓഡിയൻസും ഉഗ്രൻ പ്രോഗ്രാംസും ആയിരുന്നു. അന്നത്തെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞെത്തി. ഇപ്പം അറിയാമല്ലോ, വണ്ടി ഓടിക്കാതെ ഇരിക്കാൻ അർജുൻ ചേട്ടൻ ഉഴപ്പാൻ സമ്മതിക്കില്ല. ഡെയിലി വണ്ടി എടുത്തുകൊണ്ട് പുറത്തോട്ട് പോയി എനിക്ക് ട്രെയിനിങ് ആണ്. അപ്പോൾ കുറച്ച് എൻ്റെ റോഡ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഡോഗ്സുമായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് നടക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ചാർലി, ബർഫി, നൈല, ലൈക്ക എല്ലാവരുമായിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഇറങ്ങിയായിരുന്നു. ബർഫിക്കും നൈലയ്ക്കുമാണ് ലീഷ് വാക്കിങ്ങിൻ്റെ ട്രെയിനിങ് അർജുൻ ചേട്ടൻ ഇപ്പോൾ കൊടുത്തോണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഒരു വളരെ നല്ലതായിട്ട് ട്രെയിൻഡ് ആണ്. ഇപ്പം ചാർലിക്ക് ചില വ്യത്യാസങ്ങളുണ്ട്, നമ്മുടെ രീതിയിൽ നിന്ന് ചില വ്യത്യാസങ്ങളുണ്ട്. പക്ഷെ അവൻ പെട്ടെന്ന് അഡാപ്റ്റ് ആയി നമ്മുടെ രീതികളുമായിട്ട്. എന്തായാലും ലീഷ് ട്രെയിനിങ് ഒക്കെ എടുത്ത് തളർന്നത് പട്ടിക്കുട്ടികളാണെങ്കിലും ദാഹം മൊത്തം എനിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് ജ്യൂസ് കുടിക്കാൻ നമ്മുടെ കുമാർ കഫേയുടെ അടുത്തുള്ള ഒരു ജ്യൂസ് കടയിലേക്ക് വന്നു.
ഇത് നെക്സ്റ്റ് ഡേ ആണ്. നമുക്ക് ഇന്ന് കുറച്ച് സ്ഥലങ്ങളിലോട്ട് പോകാനുണ്ട്. ആദ്യം കരിക്കകം ദേവീക്ഷേത്രത്തിലാണ് പോകേണ്ടത്. ഞങ്ങളുടെ സ്റ്റുഡൻസിന് ഒരു സ്റ്റേജിന് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് പോകണം. എൻ്റെ ദൈവമേ, ഇന്ന് എന്നെ അർജുൻ ചേട്ടൻ വളരെയധികം ട്രാഫിക്കുള്ള സ്ഥലത്ത് കൂടിയാണ് എനിക്ക് ട്രെയിനിങ് തന്നു കേട്ടോ. എൻ്റെ കിളിയൊക്കെ പറന്ന് ഇത്രയും ട്രാഫിക്കിൽ ഞാൻ അങ്ങനെ അധികം ഓടിച്ചിട്ടില്ല. അന്ന് ഹെവി ട്രാഫിക് ആയിരുന്നു. അങ്ങോട്ട് പോയപ്പോഴല്ല ഞാൻ ഓടിച്ചത്, തിരിച്ച് കരിക്കകത്ത് പോയിട്ട് വന്നിട്ട് തിരിച്ചാണ് ഞാൻ വണ്ടി ഓടിച്ചത്. വണ്ടി ഓടിക്കുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേക ബഹുമാനം തോന്നി കേട്ടോ. എങ്ങനെ ഇത് എല്ലാ സൈഡിൽ കൂടിയും വണ്ടി വരും. അതാണ് ഞാൻ ഇവിടുത്തെ റോഡിൽ മനസ്സിലാക്കിയൊരു സംഭവം. ഏത് നിമിഷം എന്ത് സംഭവിക്കാം. ജീവിതം പോലെയാണ്. എവിടെ വേണമെങ്കിലും ഒരു സ്കൂട്ടറുകാരനോ ഓട്ടോക്കാരനോ പ്രത്യക്ഷപ്പെടാൻ പറ്റും. എനിക്ക് സ്കൂട്ടർ ഓട്ടോയാണ് ഭയങ്കര എനിക്ക് പേടി തോന്നുന്ന സംഭവം. കാരണം അവർ ഏത് ഗ്യാപ്പിൽ കൂടിയും പെട്ടെന്നൊന്ന് മുന്നിൽ ചാടുമല്ലോ. എന്തായാലും ഞങ്ങൾക്ക് കല്യാണിലൊന്ന് പോകണമായിരുന്നു. ഒരു സംഭവം എക്സ്ചേഞ്ച് ചെയ്യണമായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് എൻസോയ്ക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ കേട്ടോ. മറ്റേ രണ്ട് ഇന്റർവ്യൂ വന്നതിന് ശേഷം കണ്ണടിച്ചതുപോലെ ആയിപ്പോയിട്ട് അവൻ ഒട്ടും വയ്യ. ഭയങ്കര വോമിറ്റിംഗ് ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഡെസ്പായിപ്പോയി. അവനെയും കൊണ്ട് നേരെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ട്രീറ്റ്മെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കാരക്ക മണ്ഡപത്ത് ആൽക്കമിസ്റ്റ് കഫേ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് കണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. ഈ ഒരു സ്ഥലത്ത് ദഹിപൂരി ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. പിന്നെ അവരൊക്കെ എന്തൊക്കെയോ നോൺ വെജ് ആണ് കഴിക്കുന്നത്. അതെല്ലാം ഭയങ്കര അടിപൊളിയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ ഇന്ന് ആക്ച്വലി എനിക്ക് ക്ലാസ് ഉള്ള ദിവസമാണ്. അതുകൊണ്ട് അർജുൻ ചേട്ടനും കുട്ടനും കൂടെ നേരെ പട്ടത്തുള്ള ലാ ഡെൻസിറ്റിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുകയാണല്ലോ. അപ്പോൾ എവറി മന്ത് PRP ട്രീറ്റ്മെന്റ്സ് എടുക്കണം ഫോളോ അപ്പ് ആയിട്ട്. ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ ഒത്തിരി ബെനിഫിറ്റ്സ് ഉണ്ട് ഈ PRP എടുക്കുന്നതിൽ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ വന്നു. ആക്ച്വലി ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഐഡിയൽ റിസൾട്ട് നമുക്ക് ഒരു 1 ഇയറിലാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് ഏറ്റവും അടിപൊളി റിസൾട്ട് എന്തുവാണെന്നുള്ളത്. അപ്പം അത്രയും ടൈം എടുക്കും. പക്ഷെ ഇപ്പോൾ തന്നെ ഭയങ്കര വിസിബിൾ ചേഞ്ച് ആണ് അർജുൻ ചേട്ടന്. നമ്മൾ കാണുന്നതും കാണുന്നവരൊക്കെ പറയുന്നതും ഫേസ് ഒക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. ഭയങ്കര ഒരു ചേഞ്ച് തന്നെയാണ് കേട്ടോ ഈ ഹെയർ ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ഉണ്ടാവുന്നത്. അർജുൻ ചേട്ടൻ ഇപ്പോൾ PRP ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ഗോപിക്കാണ്. അമ്മയുടെ വ്ളോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഡോക്ടർ ഗോപിക്ക് അറിയായിരിക്കും. അമ്മയുടെ സ്റ്റുഡൻ്റ് ആണ്. ഇപ്പൊ കുറെ കൂടി ഈ ഹെയർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ കോമൺ ആയിക്കൊണ്ട് വരികയാണ് കേട്ടോ. നമ്മൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒത്തിരി പേരെ മീറ്റ് ചെയ്യുന്നുണ്ട് ഇത് ചെയ്തതായിട്ട്. അപ്പം ഇങ്ങനെ നല്ലതല്ലേ ഇങ്ങനെ കുറച്ച് ട്രീറ്റ്മെന്റ്സ് ഒക്കെ. പണ്ട് എന്താ ഇങ്ങനെ ഹെയർ ലോസിനും അല്ലെങ്കിൽ റിസീഡിങ് ഹെയർ ലൈനൊന്നും ഒരു ട്രീറ്റ്മെന്റ് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നീട് വന്നപ്പോൾ അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് വന്നു. ഇപ്പൊ കുറച്ചും കൂടി എല്ലാവർക്കും ഒക്കെ ടു അഫോർഡബിൾ ഞാൻ പറയില്ല, എങ്കിലും റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊരു അടിപൊളി കാര്യമാണ്. അർജുൻ ചേട്ടൻ PRP ചെയ്യുന്ന സമയം കൊണ്ട് എൻ്റെ ക്ലാസ് ഒക്കെ ഞാൻ ഫിനിഷ് ചെയ്തു. PRP കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഭയങ്കര തലവേദനയായിരുന്നു അർജുൻ ചേട്ടൻ. അതുകൊണ്ട് ഞാനും കുഞ്ഞാവയും കൂടെയാണ് ഇന്ന് എൻസോയെ ഡോക്ടറിൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയത്. ഇന്നോട്ട് അവന് ടാബ്ലറ്റ്സ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ, നമ്മുടെ റാഡോ കുട്ടി എൻ്റെ കയ്യിലോട്ട് വന്നിട്ട് ഇന്ന് 1 മാസം ആവുകയാണ് കേട്ടോ. ജാനുവരി 8 ഡിസംബർ 8 അവൻ നമ്മുടെ കയ്യിലോട്ട് കിട്ടുന്നത്. ഈ കുഞ്ഞിക്കാലെടുത്ത് വെച്ച് അവൻ ഈ വീട്ടിൽ വന്നിട്ട് 1 മാസമാവുന്നു. കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം അങ്ങ് ഉറങ്ങിക്കളയും കേട്ടോ റാഡോ. ചക്കര. ആദ്യം വന്ന വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് അവൻ വലുതായതൊക്കെ മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് റാഡോയുടെ ചേഞ്ച് ഒക്കെ മനസ്സിലാവുന്നുണ്ടോ? അവനെ കൊണ്ടുവന്ന് ആ ഒരു പരിവവും ഇപ്പൊ വെച്ച് നോക്കുമ്പോഴൊക്കെ നമ്മുടെ സിബ്ലിങ്സ് അടികൂടി തളർന്ന് ഉറക്കവുമായി. എന്തായാലും കോമറ്റ് വന്നതിന് ശേഷം നിർത്താതെ അതിനിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്ക് നമ്മളൊരു കാര്യം മറന്നുപോയി. വണ്ടി കൊണ്ട് പൂജിക്കുന്ന കാര്യം അങ്ങ് വിട്ടുപോയി കേട്ടോ. അപ്പം ഇന്ന് എന്തായാലും അത് ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു വാശിയിൽ എനിക്കിന്ന് ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്ന് റെഡിയായി ആറ്റുകാൽ അമ്പലത്തിലേക്ക് പോയി. അർജുൻ ചേട്ടൻ എനിക്ക് എടുത്തിരുന്ന വണ്ടികളെല്ലാം നമ്മൾ ആറ്റുകാലി വന്നിട്ടാണ് പൂജ ചെയ്യുന്നത്. അർജുൻ ചേട്ടൻ എടുക്കുന്ന വണ്ടികളൊക്കെ 4 വീലർ ആണെങ്കിൽ ഉദയന്നൂർ ദേവി ക്ഷേത്രത്തിലും 2 വീലർ ആണെങ്കിൽ ആൽത്തറ അമ്പലത്തിലും. ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു പ്ലാനിങ് പോകുന്നത്. ഇത് വേണമെന്ന് വെച്ചിട്ടല്ല, അത് എങ്ങനെയോ അങ്ങനെ സംഭവിക്കുന്നതാണ് കേട്ടോ. എന്തായാലും BM വെച്ച് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കുറെ കൂടി റോഡിൽ ഓടിക്കാൻ എനിക്ക് തോന്നുന്നുണ്ട്. മടി കമ്പാരിറ്റീവ്ലി കുറവാണ് കോമറ്റ്. കുട്ടി വണ്ടിയും വിസിബിലിറ്റി കൂടുതലുള്ളത് കൊണ്ട് ഒരു ചെറിയ കോൺഫിഡൻസ് കൂടുതൽ തന്നെയാണിത്. സത്യം പറഞ്ഞാൽ ബാക്കിയുള്ളവരെ പോലെ ഡ്രൈവിംഗ് ഒരു പാഷൻ അല്ലെങ്കിൽ കിട്ടിയ സമയം എല്ലാം എനിക്ക് വണ്ടി ഓടിക്കണം എന്ന് പറയുന്ന പോലത്തെ ഒരു ചിന്താഗതി മാത്രം എനിക്ക് വന്ന
നല്ലതായിരുന്നു. എനിക്ക് അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല. എനിക്ക് ഭയങ്കര മടിയാണ്. എന്നെന്തോ ഒരു കാര്യം അടിച്ചേൽപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പലപ്പോഴും ഡ്രൈവ് ചെയ്യാൻ പറയുമ്പോൾ. ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറിയാൽ തന്നെ അടിപൊളിയായിരുന്നു. എന്തായാലും പൂജ കഴിഞ്ഞ് ഞങ്ങൾ നേരെ സീനത്ത് ഹോട്ടലിലോട്ടാണ് പോയത്. അവിടെ സേഫിക്ക ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിക്കുന്ന എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. വിശന്ന് കണ്ണുകളി പോയതുകൊണ്ടേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. എന്തായാലും സേഫിക്കയെ കാണുമ്പോഴാണ് നിങ്ങൾ പലപ്പോഴും കമന്റ്സിലൊക്കെ ചോദിക്കുന്നത് അർജുന്റെ ബ്രദർ ആണോ എന്നൊക്കെ ചോദിച്ചു. അന്നത്തെ ദിവസമാണ് ഞാൻ ആദ്യമായിട്ട് സേഫിക്കയുടെ ഉമ്മയെ പരിചയപ്പെടുന്നത്. അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ശരൺ ചേട്ടന്റെ സഹായി ഫാർമസി. അവിടെ പോയി കുറച്ചു നേരം ടൈം സ്പെൻഡ് ഒക്കെ ചെയ്ത് സംസാരിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഇത് ആക്ച്വലി നെക്സ്റ്റ് ഡേ ആയി വെളുപ്പാങ്കാലമാണ് കേട്ടോ. രാവിലെ 5 മണിയാണ്. അർജുൻ ചേട്ടനും ഫ്രണ്ട്സും കൂടെ മധുരയ്ക്ക് പോവാണ്. ജല്ലിക്കെട്ട് കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വീക്ക്ലി വ്ളോഗ് ഇവിടെ അവസാനിക്കുവാണ്. ജല്ലിക്കെട്ടിന്റെ വീഡിയോസ് ഒക്കെ എടുത്തോണ്ട് അർജുൻ ചേട്ടൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഹോപ്പ്ഫുള്ളി നെക്സ്റ്റ് വീക്ക്ലി വ്ളോഗിൽ നിങ്ങൾക്ക് അതിന്റെ ഗ്ലിംസസ് ഒക്കെ കാണാൻ പറ്റും. അങ്ങനെ 3-4 ദിവസത്തേക്ക് ഭാര്യയുടെ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ആ ഭർത്താവ് പോവുകയാണ്. ചുമ്മാ കേട്ടോ. അപ്പോൾ ലവ് യു ഗൈസ് സോ മച്ച്. നമുക്ക് അടുത്ത ആഴ്ച കാണാം. ബൈ ഗൈസ്.